ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മൾ 1.5 കിലോഗ്രാമിൻ്റെ കേക്ക് ചെയ്യുമ്പോൾ അതിന് ബേസായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വാനില കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു മെഷർമെൻറ്റിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐസിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ 1.5 കിലോഗ്രാമിൻ്റെ കേക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഏത് ഫ്ലേവറിൽ വേണമെങ്കിലും ഇഷ്ടമുള്ള ഫ്ലേവറൊക്കെ ഇതിൻ്റെ ലെയറിൽ കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. പിന്നെ 1.5 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു 6 മുട്ട ഈ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കണം കേട്ടോ. തണുത്ത മുട്ടയാണെങ്കിൽ തണുപ്പ് പോയതിന് ശേഷം ഉപയോഗിക്കാം. ഇനി നമുക്കിതിലേക്കൊരു 1.5 ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആദ്യം ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും വാനില എസൻസും ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഇതുപോലെ കുറച്ചൊരു വലിയ ബബിൾസ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള അളവാണ് കേട്ടോ ഇത്. അത് നമുക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫ്ലഫി ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ മുട്ടയും പഞ്ചസാരയൊക്കെ ഇവിടെ നന്നായിട്ട് ബീറ്റായി നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കൂടുതലായിട്ട് ബീറ്റ് ചെയ്തെടുക്കണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. പിന്നെ 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇത് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള പൊടി കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒന്നും കൂടെ അരിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ഇതുപോലെ സ്പാറ്റിൽ വെച്ചിട്ട് പതുക്കെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തത് മിക്സായി വന്നതിന് ശേഷം പിന്നെ അടുത്ത ബാച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ മുഴുവൻ പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 9 ഇഞ്ചിൻ്റെ ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കേക്ക് ടിന്നിൻ്റെ അടിയിലും സൈഡിലൊക്കെ ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉയരമില്ലാത്ത കേക്ക് ടിന്നായതുകൊണ്ട് മുകളിലേക്ക് ഇതുപോലെ കുറച്ച് ഉയർത്തിയിട്ടാണ് കേട്ടോ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് കൺവെൻഷൻ ഓവനിലാണ്. ഓവന് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓവൻ ഇല്ലാതെ ബേക്ക് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് പാത്രം ചൂടാക്കിയിട്ടും അതിൽ വെച്ചിട്ട് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഓവനില്ലാതെ ബേക്ക് ചെയ്തെടുക്കുന്നതിൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. 40 മിനിറ്റ് കൊണ്ടാണ് കേട്ടോ എനിക്ക് ഈ കേക്ക് ബേക്കായിട്ട് കിട്ടിയത്. അപ്പോൾ ഓരോരുത്തരുടെ ഓവൻ്റെ ടെമ്പറേച്ചറിനനുസരിച്ചും അതുപോലെ നമ്മൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ചൊക്കെ ബേക്കിങ്ങിൻ്റെ ടൈമിലൊക്കെ മാറ്റം വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്